നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകിട്ട് 7 മണിക്ക് 2020 ലോകകപ്പിലെ ഏറ്റവും നിർണായകമായ മത്സരം നടക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. രണ്ട് ടീമുകൾക്കും ജയിച്ചേ മതിയാകും. തോൽക്കുന്ന ടീം ടൂർണമെൻറ്റിന് പുറത്താകും, ജയിക്കുന്ന ടീം സെമി ഫൈനലിലേക്ക് പോകും. അപ്പോൾ കഴിഞ്ഞ കളികളിലെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. വെസ്റ്റ് ഇൻഡീസ് ആയാലും ഇന്ത്യ ആയാലും ഫോമിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരുപോലെയാണ് കളിച്ചു വരുന്നത്. ഇനിയും അതാത് ദിവസങ്ങളിലെ കളി കൂടി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയിൽ മാത്രമല്ല, 2020 ലോകകപ്പിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ 4 കളികളാണ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കളിച്ചത്. അതിൽ 3 തവണയും ജയിച്ചത് വെസ്റ്റ് ഇൻഡീസാണ്. ഒരൊറ്റ തവണയാണ് ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് പ്രത്യേകം ഓർക്കണം. കാരണം 2020 ഫോർമാറ്റിൽ, മറ്റ് 2 ഫോർമാറ്റിലും നിലവിൽ വെസ്റ്റ് ഇൻഡീസ് ദുർബലരാണ്, ടെസ്റ്റ് ക്രിക്കറ്റിലായാലും ഏകദിന ക്രിക്കറ്റിലായാലും. പക്ഷേ 2020 ക്രിക്കറ്റിൽ എക്കാലത്തും 2020 ക്രിക്കറ്റ് തുടങ്ങിയ കാലം തൊട്ട് 10-18 കൊല്ലമായി അവർ വലിയ ശക്തികളാണ് ലോക ക്രിക്കറ്റിലെ. 2020 ക്രിക്കറ്റിൽ ലോകത്ത് ഏത് രാജ്യത്ത് നടക്കുന്ന ലീഗുകളിലും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളിക്കാരാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ കളിക്കാർ. അപ്പോൾ തന്നെ 2020 സ്പെഷ്യലിസ്റ്റുകളാണ് അവരുടെ മിക്ക കളിക്കാരും. മാത്രമല്ല 2 തവണ 2020 ലോകകപ്പ് 2 തവണ നേടിയിട്ടുള്ള ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. അതുകൂടി ഓർക്കണം. 2020 ലോകകപ്പ് നമ്മൾ തുടങ്ങുന്ന 2007-ലാണ്. 19 വർഷത്തെ ചരിത്രമേ 2020 ലോകകപ്പുകൾക്കുള്ളൂ. അതിൽ 2 തവണ, ഈ 19 വർഷത്തിനിടയിൽ 2 തവണ കപ്പ് നേടിയിട്ടുള്ള ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. ഫൈനലിലെത്തിയ 2 തവണയും അവർ ചാമ്പ്യന്മാരായി. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് സാധാരണ ടീമല്ല 2020 ക്രിക്കറ്റിൽ. അത് ഈ ടൂർണമെൻറ്റിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അവർ എന്താ പറയുക, എക്സ്പ്ലോസീവ് ബാറ്റിങ്ങിൻ്റെ അവസാന വാക്കാണ് 2020 ക്രിക്കറ്റിലെ. അപ്പോൾ അങ്ങനെയുള്ള വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് വെസ്റ്റ് ഇൻഡീസ്. ഇവിടെ ഇന്ത്യൻ ടീമിലും മികച്ച ബാറ്റർമാരാണുള്ളത്. 2020ക്ക് ചേർന്ന ബാറ്റർമാർ തന്നെയാണുള്ളത്. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ശിവം ദുബെ. അങ്ങനെ ഇന്ത്യയിലും ബാറ്റേഴ്സിന് ഒരു കുറവുമില്ല, അടിച്ച് തകർക്കാൻ പറ്റുന്ന ബാറ്റർമാർ ഇന്ത്യക്കുമുണ്ട്. അപ്പോൾ ഇവിടെ ബാറ്റിങ്ങൊക്കെ തുല്യം ശക്തികളാണ്. ബൗളിങ്ങിൽ, പ്രത്യേകിച്ചും സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയായിരിക്കും കളിയിൽ ആധിപത്യം നേടാൻ 2 ടീമുകളും ശ്രമിക്കുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പ്രത്യേകിച്ചും വെസ്റ്റ് ഇൻഡീസ് ഇടങ്കയ്യം സ്പിന്നർമാരെ വെച്ചിട്ടുള്ള കളിയാണ് അവർ. അക്കീൽ ഹുസൈനും ഗുഡ്കേഷ് മോട്ടിയും അവരുടെ പ്രധാനപ്പെട്ട 2 ബൗളർമാരാണ് 2020 ക്രിക്കറ്റ് ഫോർമാറ്റിലെ. ഒപ്പം വലങ്കയ്യൻ ബൗളറായ മറ്റു 2 പേര് ഇടങ്കയ്യന്മാരാണെങ്കിലും വലങ്കയ്യൻ ബൗളറായ റോസ്റ്റൺ ചേസുമുണ്ട്. അപ്പോൾ ഈ 3 പേരടങ്ങിയ സ്പിന്നർമാരിലാണ് വെസ്റ്റ് ഇൻഡീസ് വലിയ ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നലെ പ്രാക്ടീസിങ് സെഷനിൽ നെറ്റ്സിൽ ഇന്ത്യ അവരുടെ പ്രാദേശിക ക്ലബ്ബുകളിൽ നിന്ന് പോലുമുള്ള ഇടതങ്കയ്യൻ സ്പിന്നർമാരെ കൊണ്ടുവന്നിട്ട് ബാറ്റർമാർക്ക് പന്തെറിഞ്ഞു കൊടുക്കുകയും അങ്ങനെ പരിശീലിക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇന്ത്യ അത് മുന്നേക്കൂട്ടി കാണുന്നുണ്ട്. അക്കീൽ ഹുസൈനും ഗുഡ്കേഷ് മോട്ടിയും ഉയർത്താവുന്ന വെല്ലുവിളി നേരത്തെ തന്നെ ഇന്ത്യ കാണുന്നുണ്ട്. ആ നിലയിൽ തന്നെയാണ് ഇന്ത്യ പരിശീലനത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്പിന്നർമാരും ഇന്ത്യയുടെ ബാറ്റർമാരും തമ്മിലുള്ള മത്സരമായിരിക്കുമെന്നൊക്കെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ് താനും. ഇന്ത്യക്ക് സ്പിന്നർമാർ മോശമൊന്നുമല്ല. അക്സർ പട്ടേലുണ്ട്, വരുൺ ചക്രവർത്തിയുടെ ഫോമാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. മോശം ഫോമിലാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി മികച്ച ബൗളിംഗ് കാഴ്ചവെക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹം നേരിയ ഒരു മോശം ഫോമിലാണ്. ഇന്ന് അദ്ദേഹം അത് പരിഹരിക്കും. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് നല്ല ടീമാണ്, അദ്ദേഹത്തിന് അത് പരിഹരിക്കാനുള്ള നല്ല ടീമാണ്. അതുവഴി ഇന്ത്യയെ സെമിഫൈനലിൽ എത്തിക്കാനും വരുൺ ചക്രവർത്തിക്ക് ഒറ്റയ്ക്ക് സാധിക്കും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ വലിയ കാലത്തിൻ്റെ ഒരു യാദൃശ്ചികതയായിരിക്കാം.
എക്കാലത്തും സ്പിന്നർമാരെ നന്നായി നേരിടുന്ന ടീമെന്ന് ഖ്യാതിയുള്ള ഇന്ത്യ ഇപ്പോൾ സ്പിന്നർമാരെ പേടിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാലത്തും സ്പിന്നർമാരെ അടിച്ച് തകർക്കുകയോ അവർക്കെതിരെ ഏറ്റവും മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാൻ ലോകത്ത് തന്നെ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ടീം ഇന്ന് സ്പിന്നർമാരെ നേരിടാൻ കഴിയാത്തവരാണ് എന്നൊരു അപഖ്യാതി കൊണ്ടു നടക്കുന്നു എന്നത് കാലത്തിൻ്റെ ഒരു തിരിച്ചടിയായിരിക്കാം. എന്തായാലും അഖിൽ ഹുസൈനും ഗുഡ്കേഷ് മോഡിയും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാനാണ് ഇന്ത്യ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ടൂർണമെൻറ്റിൽ ആകെ ഇന്ത്യ ആദ്യഘട്ടത്തിൽ തന്നെ ഓഫ് സ്പിന്നർമാർക്ക് വിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള കളിയിൽ അവരുടെ പാർട്ട് ടൈം സ്പിന്നറായ അവരുടെ ക്യാപ്റ്റൻ എയ്ഡൻ മാർക്കറത്തിന് മുന്നിലാണ് ഇഷാൻ കിഷൻ വീണത്. അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ ആകെ അങ്ങനെ ഒരു വിമർശനം ഇന്ത്യ നേരിടുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ആദ്യത്തെ 5-6 ഓവറുകളിൽ തന്നെ ഓഫ് സ്പിന്നിന് മുന്നിൽ മുട്ടുമടക്കുന്ന ബാറ്റർമാരാണ് നമ്മുടെ ടോപ്പ് ഓർഡറിലുള്ളത് എന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്പിന്നർമാർക്കെതിരെ കളിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യമുള്ളത്, കുൽദീപ് യാദവ്, ലെഫ്റ്റ് ആം സ്പിന്നറായ കുൽദീപ് യാദവ് മികച്ച ബൗളറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ കുൽദീപ് യാദവ് ടീമിലേക്ക് വന്നേക്കാം എന്നൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് ബോളറായ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന അർഷ്ദീപ് സിംഗ് പുറത്തിരിക്കേണ്ടി വരും. പക്ഷേ അത് ആലോചിച്ചിട്ടേ ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അർഷ്ദീപ് അത്രയും മികച്ച ഫോമിലാണ്. അപ്പോൾ അയാളെ മാറ്റി നിർത്തി കുൽദീപിനെ കൊണ്ടുവരണോ, ഇനി പിച്ചിൻ്റെ അവസാന നിമിഷ കണ്ടീഷൻസ് നോക്കിയിട്ടായിരിക്കും അതെല്ലാം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്ത്യയെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് അവരുടെ 6ാമത്തെ ബൗളറായ ശിവൻ ദുബെയുടെ മോശം ബൗളിംഗാണ്. കഴിഞ്ഞ കളിയിൽ വളരെ മോശമായിട്ടാണ് ശിവൻ ദുബെ ബോൾ ചെയ്തത്. അപ്പോൾ 6ാമത്തെ ബൗളറായ ശിവൻ ദുബെ നന്നായി ബോൾ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് വലിയ സഹായമാകുമെന്ന് അനിൽ കുംബ്ലെ ഉൾപ്പെടെയുള്ള മുൻ ക്രിക്കറ്റർമാർ പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ ദുബെയുടെ ബൗളിംഗ് നമുക്ക് വളരെ പ്രധാനമാണ്. 6ാമത്തെ ബൗളറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2020-ൽ ശിവൻ ദുബെക്ക് വലിയ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ നൽകാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങും ഇന്നലെ നെറ്റ്സ് പരിശീലനത്തിനിടെ ഏറ്റവും കൂടുതൽ ജസ്പ്രീത് ബുംറയോ അർഷ്ദീപ് സിംഗിനേക്കാളും മുമ്പേ ശിവൻ ദുബെയാണ് ബോൾ ചെയ്തതെന്ന് വളരെ കൗതുകത്തോടെ കൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിവൻ ദുബെ അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ദുബെയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2-3 ഓവർ എറിയാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ സഹായകമാകും അത്. അപ്പോൾ ആ നിലയിൽ ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഇന്ന് 7 മണിക്ക് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് എല്ലാ കാലത്തും ഇന്ത്യക്ക് വലിയ വെല്ലുവിളി നൽകിയിട്ടുള്ള ടീമാണ്. അപ്പോൾ ഒരു ഫൈനൽ പോരാട്ടം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. കാരണം തോൽക്കുന്ന ടീം പുറത്തു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഫൈനലിന് മുമ്പുള്ള ഫൈനൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും സ്വന്തം നാട്ടിൽ കളി നടക്കുന്നു എന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഇന്ത്യ പരമാവധി മുതലാക്കണം. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിനെ മറികടക്കാൻ ഇന്ത്യക്കാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.